എൻ്റെ ഉള്ളിൽ തട്ടിക്കഴിഞ്ഞ് ഞാൻ എന്തും പഠിക്കും. ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം ഒരു നേർച്ച പോലെയായിരുന്നു. പണ്ട് പോലെ അങ്ങനെ തന്നെ ഒരു ക്യാരക്ടർ. അപ്പോൾ എനിക്കതിനോട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അച്ഛനോട് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യക്കാരിയായിട്ട് എൻ്റെ മോള് അറിയപ്പെടാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം എവിടെ കണ്ടാലും ഒരു ആകർഷണം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് പിന്നീട് എനിക്ക് മനസ്സിലായത് എനിക്ക് അതിലേ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തുകാർക്ക് നമുക്ക് സാലറി മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവരെക്കാളും കൂടുതലാണ് ഈ വരുന്നവന്മാർക്ക് കൊടുക്കുന്ന സാലറി. ഇതിനെതിരെ നമുക്ക് പരാതിപ്പെടാൻ ഒരു സ്ഥലവും ഇല്ല നമുക്ക്. ഇവർക്കറിയാം ഇവരില്ലെങ്കിൽ ഇന്ന് ഈ ഇൻഡസ്ട്രി നടക്കില്ലെന്നുള്ള കാര്യം വളരെ നന്നായിട്ട് ഇവർക്കറിയാം. ടൈലർ നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ അവന് നമുക്കൊരു പണി തന്നു, കംപ്ലീറ്റ് ചെയ്യാതെ പോയി. ഇവൻ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നില്ല എന്ന്. അപ്പോൾ ഗവൺമെൻറ് റൂള് പ്രകാരം പണിയെടുത്താൽ പൈസ കൊടുത്തോളാം എന്നുള്ളതാണ്. അവർ പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പൊ ഇവരാണ് വില്ലന്മാരെന്നാണ് പറഞ്ഞത്. പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നറിയില്ല. പക്ഷെ എന്തായാലും സത്യാവസ്ഥ പറയണമല്ലോ. അതായത് ബൊട്ടീക്ക് മേഖല കംപ്ലീറ്റ്ലി അവരിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു റെവല്യൂഷനായി വരുന്ന ഒന്നാണ് സസ്റ്റൈനബിൾ ഫാഷൻ. ആൻഡ് നമ്മുടെ കൊച്ചിയിൽ ഒരു സസ്റ്റൈനബിൾ ഫാഷൻ സ്റ്റുഡിയോ ഉണ്ട്, സ്വപ്നമന്ത്ര. And today in Brandmaster, we have Swapna Manoj, the founder of Swapnamantra, the Sustainable Fashion Studio. Welcome to the show, ma'am. Hi. മാം, നല്ല സുഖമുള്ള ഒരു പേര് സ്വപ്നമന്ത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ. അപ്പൊ ആ പേര് എങ്ങനെ ഇട്ടു, അതിനെ പറ്റി തന്നെ ഒന്ന് പറയൂ. സ്വപ്ന എൻ്റെ പേര്. ശരിക്കും മന്ത്ര അല്ല, മാന്ത്രയാണ്. എൻ്റെ വീട്ടുപേരാണ് മാന്ത്ര എന്ന് പറയുന്നത്. സ്വപ്ന മാന്ത്രയാണ്. സ്വപ്ന മാന്ത്ര എന്നാണ്. പക്ഷെ ഞാൻ ചെയ്ത മാതിരി തന്നെ എല്ലാവരും പ്രൊനൗൺസ് ചെയ്യുന്ന സ്വപ്നമന്ത്ര എന്നാണ്. അല്ല, അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് മന്ത്ര എന്ന് വായിക്കുള്ളൂ. അപ്പൊ എൻ്റെ FB നെയിം ആയിരുന്നു സ്വപ്നമന്ത്ര എന്നുള്ളത്. അപ്പൊ പിന്നെ അത് നമ്മളൊന്ന് നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ മാറിയപ്പോൾ ശരിക്കും ആദ്യം സ്വപ്ന എന്ന് പറഞ്ഞിട്ടായിരുന്നു, സ്വപ്ന സിഗ്നേച്ചർ ടു ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെയായിരുന്നു. 2019 അതൊന്ന് റീനെയിം ചെയ്തിട്ട് സ്വപ്നമന്ത്ര എന്നുള്ള പേരിലേക്ക് തന്നെ ആക്കിയത്. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ അത് ആക്കാനുള്ള റീസൺ തന്നെ എൻ്റെ FB നെയിം സ്വപ്നമന്ത്ര ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്വപ്നമന്ത്ര എന്ന് പറഞ്ഞു തുടങ്ങി. എന്നെ പറഞ്ഞു തുടങ്ങി സ്വപ്നമന്ത്ര എന്നുള്ള കാര്യം. അങ്ങനെ അറിയപ്പെട്ടു തുടങ്ങി. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായി. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. നല്ല കേൾക്കാനും ഒരു സുഖമുള്ളൊരു നെയിമായിരുന്നു. പിന്നെ അർത്ഥങ്ങളിലേക്ക് കയറുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്ത് ഉണ്ട് താനും. മാം 2006 ശേഷമല്ലേ നമ്മൾ ഈ ഒരു ക്ലോത്തിങ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. മാം വരാനുള്ള കാരണം എന്തായിരുന്നു? എങ്ങനെയാണ്, ഇതിനെ പറ്റിയാണോ പഠിച്ചത്, അല്ലെങ്കിൽ എന്തെല്ലാമായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഇതിനോട് ഒത്തിരി താല്പര്യമുള്ള ആളായിരുന്നു. അമ്മ പണ്ടത്തെ ടൈലറിങ് കോഴ്സ് കഴിഞ്ഞിട്ട്, പക്ഷേ അമ്മയ്ക്കും ഇതുപോലെ തന്നെ അതിനോട് ഇഷ്ടമുണ്ടെങ്കിലും അമ്മ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിരുന്നു അമ്മ. അങ്ങനെയായിരുന്നു. അമ്മയുടെ കൂടെയാണ് അമ്മ ഞങ്ങൾക്കുള്ള വസ്ത്രങ്ങളെല്ലാം അമ്മ സ്റ്റിച്ച് ചെയ്ത് തരിക ചെയ്യുന്നത്. ഞങ്ങളൊരു ഫാഷൻ ഡിസൈനർ ആയിരുന്നു. അതെ, എൻ്റെ അനിയത്തിമാരുണ്ട്. എനിക്ക് രണ്ടുപേരുടെയും ഫാഷൻ ഡിസൈനർ അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് അതൊരു ഹരമായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് അമ്മയുടെ ഒരു പാഷനുണ്ട്. അത് കണ്ടാണ് നമ്മൾ വളർന്നു വന്നേക്കുന്നതല്ലോ. അപ്പം അത് എൻ്റെ മനസ്സിൽ കിടന്നിരുന്നൊരു കാര്യമാണ്. അതിനുശേഷം ഈ 10ാം ക്ലാസ്, പണ്ടെന്നൊക്കെ പറഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. 3 മാസം ചെയ്യാനായിട്ട് അന്ന് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ തയ്യൽ പഠനം അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ്. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ അന്നത്തെ കാലത്ത് വരുന്നത്. അപ്പോൾ എല്ലാവരും പോലെ തന്നെ എന്നെയും കൊണ്ടുവന്ന് വിചാരിച്ചു. ടൈപ്പ് റൈറ്റിങ്ങിലും എനിക്ക് വലിയ താല്പര്യം ഇല്ലാതിരുന്നുകൊണ്ടിട്ട് എന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടു. അപ്പോൾ അവിടെ നിന്ന് ആണ് ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അവിടെ നിന്ന് തന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ മെഷീൻ എംബ്രോയിഡറി കൂടി പഠിക്കണ്ടായിരുന്നു. മെഷീൻ എംബ്രോയിഡറി കൂടി അവിടെ നിന്നാണ് എനിക്ക് ക്രിയേഷൻസ്, എനിക്ക് നമുക്ക് മനസ്സിലുള്ള ഇഷ്ടമുള്ളൊരു സംഭവം അല്ലെങ്കിൽ നമുക്ക് നെയ്തെടുക്കാൻ പറ്റുമെന്നൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് അവിടെ നിന്നാണ്. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു കോഴ്സിനെ പറ്റി കേൾക്കുന്നത്. കോസ്റ്റ്യൂം ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി ഞാൻ കേൾക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 1 ഇയർ കോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിത് കഴിഞ്ഞിട്ട് എനിക്കിതിന് പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ വലിയൊരു പഠിപ്പിസ്റ്റൊന്നുമല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ എൻ്റെ ഉള്ളിൽ തട്ടിക്കഴിഞ്ഞ് ഞാൻ എന്തും പഠിക്കും. ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം ഒരു നേർച്ച പോലെയായിരുന്നു. പണ്ട് പോലെ അങ്ങനെ തന്നെ ഒരു ക്യാരക്ടർ. അപ്പോൾ എനിക്കതിനോട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അച്ഛനോട് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു.
അച്ഛൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യക്കാരിയായിട്ട് എൻ്റെ മോള് അറിയപ്പെടാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞു അങ്ങനെ. അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാൻ മാത്സ് എടുത്തു. പക്ഷേ പറയുന്ന പോലെ ഞാൻ അച്ഛനും കൊടുത്തിരുന്നൊരു വാക്കുണ്ടായിരുന്നു, ഞാൻ പാസ്സാവും. പക്ഷെ ഒരുപാട് പ്രതീക്ഷിക്കരുത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടമുള്ള മാത്സ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിലും എൻ്റെ ഒരു പാഷൻ അതല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ അത് എന്തായാലും ഞാനത് പാസ്സായി, അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. എന്നാലും ഞാൻ പഠിച്ചിട്ട് തന്നെ ഇല്ലെന്ന് ഞാൻ പറയാം. എന്തായാലും അത് പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോദിച്ചു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോഴും അച്ഛൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് കൊച്ചിൻ റിഫൈനറിയിലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പുള്ളിയോട് ഞാൻ ഇതേ സെയിം ആവശ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ഇപ്പം വേണ്ട, കുട്ടികളൊക്കെ ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി അപ്പോഴും രക്ഷയില്ല എന്നുള്ളൊരു മനസ്സിലായി. അങ്ങനെ അത് വെച്ചിരുന്നു. പിന്നെ കുട്ടികളായി, 2 പേരായി. കല്യാണം കഴിഞ്ഞ് 11 വർഷത്തിന് ശേഷം അപ്പോൾ ഞാൻ അന്ന് NIFT എന്ന് പറഞ്ഞിട്ട് സൗത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ മോള് നഴ്സറി കൊണ്ട് ചേർക്കണേന്ന് അന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടിട്ടായിരിക്കും പോയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്ക് മനസ്സിലാവണത് എനിക്ക് എന്തുമാത്രം പാഷൻ അതുണ്ടായിരുന്നുള്ളത്. കാരണം എനിക്ക് എല്ലാ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു എൻ്റെ ഹസ്ബൻഡായിരുന്നു ചെയ്തിരുന്നത്. ഭയങ്കര പുള്ളി നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അതുപോലെ തന്നെ പിള്ളേരും അതെ, 2 പേരും നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരിത് പുള്ളിക്കാരൻ അതുകൊണ്ട് ആ സമയത്തൊക്കെ ഒത്തിരി രീതിയിൽ എന്നെ വെച്ചാൽ കുട്ടികൾ ചെറുതാണ്, സ്കൂളിൽ പോകണാണ്. ആ സമയത്ത് തന്നെയാണ് ഞാനും പോവും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങുക. അത് കഴിഞ്ഞ് ഞാൻ ഉച്ച കഴിയുമ്പോഴാണ് ഞാൻ വരുന്നത്. വൈകുന്നേരം പിള്ളേർ വരുന്ന സമയത്താണ് ഏകദേശം ഞാൻ വരുന്നത്. അത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിനെ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഉടനെ തന്നെ എനിക്ക് ട്രെയിനിങ് ആയിട്ട് കിട്ടിയിരുന്നു തിരുപ്പൂര്. അങ്ങനെ തിരുപ്പൂര് പോയി 1 month ഒരു ട്രെയിനിങ് ഉണ്ട്. അവിടെ നിന്ന് വേറൊരാളോട് പറഞ്ഞിട്ടാണ് ഗോകുൽദാസ് ഇമേജസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് എനിക്ക് ഇത് കിട്ടിയത്. ട്രെയിനിങ് ആയിട്ട് തന്നെയാണ് കിട്ടിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പിള്ളേർ പഠിച്ച് വരുന്ന പിള്ളേരെല്ലാവരും കൂടുതലും ചൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മെർച്ചൻഡൈസിങ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതി ഡിസൈനിങ് പാർട്ടിലേക്കായിരിക്കും നോക്കുക. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എനിക്കൊരു പാറ്റേൺസ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പാറ്റേൺ മേക്കിംഗ് സെക്ഷനിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ഇതിൻ്റെ തന്നെ അതൊരു കൂടുതലും അവിടെ പോയിക്കൊണ്ട് നടന്നിരുന്ന വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഇതായിരുന്നു, കോസ്റ്റ്യൂംസ് ആയിരുന്നു. അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാറ്റേൺസ് ഉണ്ടാക്കുന്ന ഒരു ഇതിൽ അതന്നായിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെ ഞാൻ അത് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ആദ്യമായിട്ടാണ് ഒരാൾ വന്നിട്ട് പാറ്റേൺ മേക്കിംഗ് സെക്ഷനിൽ ചെല്ലുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിക്കും നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോൾ എന്നെ ഒരാളെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പോണത്. എനിക്ക് വേണ്ടത് പാറ്റേൺ മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇത് എന്തിനാണ് പാറ്റേൺ മേക്കിംഗ് സെക്ഷനിൽ ചെന്നിട്ട് എന്തിനാണെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല എനിക്കത് പഠിക്കണം, എനിക്കതിൻ്റെ ടെക്നിക്കുകൾ അറിയണം. നമ്മൾ പഠിച്ചിരിക്കുന്നതിലുപരി വേറെ എന്താണ് പഠിക്കാനുള്ളത്. അപ്പം നമ്മളുടെ ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിലബസാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊരു എക്സ്പെരിമെൻ്റൽ ചെയ്യാനായിട്ടുള്ളതില്ല. സ്റ്റിച്ചിങ് ഇഷ്ടമായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് എന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാനൊരു പുതിയൊരു സാധനം ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അത് തുന്നി ഇടാനായിട്ടുള്ളതും അല്ലെങ്കിൽ തുന്നി ഒരാൾക്ക് കൊടുക്കാനുള്ളതിനോടും താല്പര്യമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അതിനെപ്പറ്റിയായിരുന്നു കൂടുതൽ പഠിക്കാനുണ്ടായിരുന്നത്. നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെന്നത്. അങ്ങനെ മാം ഇത് പറഞ്ഞപ്പോൾ ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന്റെ കാര്യം ഞാൻ പണ്ട് ഒരു പ്രാവശ്യം അന്വേഷിച്ചപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തയ്യൽ അറിയും, ചില ആൾക്കാർ പറയുമല്ലോ, അത് മതിയോ ശരിക്കും പറഞ്ഞു? അതായത് നമ്മൾ ഫുൾ മതി തന്നെ ഞാൻ പറയും. അല്ലാണ്ട് 1 year കോഴ്സ് നമ്മൾ ഇത്രയും രൂപ ഇല്ല അത് വേണം എന്നില്ല. പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഒരു കാര്യങ്ങൾ ഒരു വേ ഉണ്ട്, ചെയ്തു പോകുന്നതിനൊരു വേ ഉണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആ കോഴ്സ് പഠിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. അതല്ലാതെ ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഞാൻ പറയുകയാണ്, ഞാനൊരു 1 year കോഴ്സിന് ഞാൻ പോയിട്ട് എനിക്ക് അറിയില്ലാത്തൊരു കാര്യം ഞാൻ പഠിച്ചത് ഫാബ്രിക് സ്റ്റഡിയാണ്. തുണികളെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. എനിക്ക് അറിയില്ലാതിരുന്ന ഒരു കാര്യം വെച്ചാൽ അവിടെ പഠിപ്പിച്ച സാധനങ്ങളൊക്കെ ബേസിക് പാറ്റേൺസ് ആണ്. അതൊക്കെ എനിക്ക് ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എനിക്ക് അവിടെ നിന്നൊന്നും ചെയ്യാനുണ്ട്. പിന്നെ ഒരാളുടെ ബോഡി ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത് അതൊന്നും നമുക്ക് അറിയില്ല. അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ അതായത് ഒരാളെ അറിഞ്ഞ് ചെയ്യാനായിട്ട്
അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശരി. ഹെൽപ്പ് ചെയ്യും. അതിന് ഒരു ബോഡി വെച്ചാൽ വണ്ണമുള്ളവർക്ക് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്ക് എങ്ങനെ ചെയ്യണം, ഒരാളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻപെർഫെക്ഷൻസിനെ അത് മാറ്റിക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ലൊരു ടീച്ചറാണ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അതിന് അത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്ലേസ്മെന്റ്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മാം പറഞ്ഞപ്പോഴാണ് ഞാനത്തെ സ്വപ്നമന്ത്ര കൂടുതലല്ല പ്രൊമോട്ട് ചെയ്യുന്നത് കോട്ടൺ ആണ്. മാമിന് എന്തുകൊണ്ട് ഈ ഒരു കോട്ടൺ ലവിങ് കൾച്ചർ നമ്മുടെ ഇടയിലേക്ക് വരണം എന്ന് ഇത്രമാത്രം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? തുടക്കത്തിൽ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ അങ്ങനെയൊന്നുമില്ല. കൈ കിട്ടുന്നതെല്ലാം ഇടും. അങ്ങനെ ഒരു ഏതാണ് ജോർജറ്റ് ആണെങ്കിലും ശരി, എന്ത് ഫാബ്രിക്കും ഞാൻ ഇടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാൻ മോർണിംഗ് ഒരു 9 മണി മുതൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 7-8 മണിയാകുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കങ്ങ് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ഇത്രയും ലോങ് ടൈം നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം അതിൽ നിന്നാണ് ഞാൻ കംഫർട്ടിനെ പറ്റി നോക്കി തുടങ്ങി. അങ്ങനത്തെ മെറ്റീരിയലിൽ നമ്മൾ ഇടുന്നത് ഒരിക്കലും കോട്ടൺ ലൈനിങ് ആയിരിക്കില്ല, ക്രേപ്പ് ലൈനിങ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഡിസ്കംഫർട്ടായി തുടങ്ങിയപ്പോഴാണ് ഞാൻ കോട്ടൺ ട്രൈ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ലാസ്റ്റിംഗ് കുറവായിരിക്കും, കോട്ടൺ എപ്പോഴും ലാസ്റ്റിംഗ് നമുക്ക് കുറവാണ്. പക്ഷേ എനിക്ക് ആ ദിവസം മുഴുവൻ ഞാനൊരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നു എന്നൊരു ഫീൽ എനിക്ക്, അല്ലെങ്കിൽ ആ ഒരു തുണിയുടെ ഒരു കട്ടിയോ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു ഇച്ചിങ്, വേർത്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന അതൊന്നും കോട്ടൺ എനിക്ക് തരുന്നുണ്ടായിരുന്നില്ല. കോട്ടന്റെ പല ടൈപ്സ്, ഇപ്പൊ കോട്ടൺ തന്നെ പല തരത്തിലുള്ളതുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ക്ലൈമറ്റ് വെച്ചാൽ ഭയങ്കര ഹ്യൂമിഡ് ആയിരിക്കും. നമ്മൾ മഴ ഉണ്ടെങ്കിലും ശരി, ചൂടാണ് ഈ ഒരു സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കോട്ടൺ ഒക്കെ ഏതാണ് ശരിക്കും പറഞ്ഞാൽ? പ്യുവർ കോട്ടൺ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പ്യുവർ കോട്ടൺ, ഒരു മിക്സ് ഇല്ലാത്ത പ്യുവർ കോട്ടൺ തന്നെയാണ് ബെസ്റ്റ്. പക്ഷെ ഇന്ന് മിക്ക ആൾക്കാരും ഈ ഓൺലൈനൊക്കെ വിൽക്കുന്ന പ്യുവർ കോട്ടൺ പറഞ്ഞു ഒന്നും കോട്ടൺ അല്ല. അത് ഞാൻ ചോദിക്കാൻ പറ്റുമോ? നമ്മളിപ്പോ അതൊരു ട്രെൻഡ് ആണല്ലോ. നമ്മൾ 800 രൂപയുടെ കുർത്ത സെറ്റ് വിത്ത് പാന്റ് വിത്ത് ഷോൾ പ്യുവർ കോട്ടൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ ഒരു ഇതാണ് ആവേശം. ഉപയോഗിക്കുന്ന പ്യുവറിനൊരു പ്യുവറിറ്റി ഇല്ലാണ്ടായി മാറി. ഒറിജിനലുള്ള കോട്ടൺ അല്ല. ഒറിജിനൽ കോട്ടൺ ഒരിക്കലും, പ്യുവർ കോട്ടൺ ഒരിക്കലും ആ ഒരു ലോ റേഞ്ചിൽ കൊടുക്കാൻ പറ്റില്ല. മാം കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്കല്ല ഒരു പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ക്വാളിറ്റിക്കാണ്. അത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? എനിക്കിത് മതി, ഞാൻ എപ്പോഴും കംഫർട്ടിനും ക്വാളിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഇത് മറ്റേതൊന്നും ഒരു ക്വാളിറ്റി പറയാൻ പറ്റില്ല, തുണികൾക്കൊന്നും ക്വാളിറ്റി പറയാൻ പറ്റില്ല. പിന്നെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന്? നമുക്കൊരിക്കലും ഒരു വൈഡായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരാൾക്ക്, അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഓൺലൈൻ ബൊട്ടിക്സ് എന്നൊക്കെ പറയുന്നവർക്ക് ഒരു ഓർഡർ എടുത്ത് അവർ എടുക്കുന്നത് ഒരു ചിലപ്പം ഹോൾസെയിൽ ഇതിലൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തിട്ട് വരുന്നവർക്ക് അത് മിക്കവർക്കും അറിയില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോൾസെയിൽ മെറ്റീരിയലിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഹോൾസെയിൽ റേറ്റിൽ 30 രൂപയ്ക്ക് ഇത് 30 രൂപ മുതൽ ജോർജറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതിന് ഉപയോഗിക്കുന്ന ലൈനിങ് ആയിട്ട് ഇവർ ഉപയോഗിക്കുന്ന ക്രേപ്പ് എന്ന് പറയുന്നത് ഒരു 20-25 മുതൽ ക്രേപ്പും അവൈലബിൾ ആണ്. എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയലിന് മാത്രം 3 മീറ്ററിൻ്റെ തുണി മതി 100 രൂപയ്ക്ക് ആ ഫാബ്രിക്. ഹോൾസെയിലിൻ്റെ കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. ഇത് ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ 100 രൂപ മതി ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ 3 മീറ്ററിന് വരുമ്പോൾ. അതേസമയം എൻ്റെ ലൈനിങ് കൂടി വരുമ്പോൾ മാക്സിമം വയ്ക്കാം 150 രൂപ 175 രൂപയ്ക്ക് ഫാബ്രിക് മാത്രമായി. ഞാൻ ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത്. ഇതിന് ഒരു ഇപ്പോൾ ഇവിടങ്ങളിൽ കൂടുതലും ഇല്ല, പുറത്ത് നമ്മൾ കൽക്കട്ട, ബോംബെ, അവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ യൂണിറ്റുകളുണ്ട്. അവിടെ കൊടുത്ത് തയ്ച്ചു കഴിഞ്ഞാൽ 50 രൂപ മുതൽ അല്ലെങ്കിൽ 75 രൂപയ്ക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ്. പക്ഷെ ഇത്ര മിനിമം ക്വാണ്ടിറ്റി വേണം എന്നുള്ളവർക്ക് അതുണ്ടെന്ന്. അപ്പോൾ ഇവരുടെ മേക്കിംഗ് ചാർജ് എത്രയേ പറയുന്നത്? 175 പ്ലസ് ഒരു 75 എന്ന് പറയുമ്പോൾ 250, 300. ഇനി ഒരു ഹാൻഡ് വർക്ക് ഉണ്ട്, അതും ഈ യൂണിറ്റ് ബേസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഹോൾസെയിൽ രീതിയിലാണ് ചെയ്യുന്നത്, അതിന് മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 100 രൂപ അല്ലെങ്കിൽ 75 രൂപയ്ക്കുള്ളിൽ ചെയ്ത് കിട്ടുന്ന ഇത് വരുന്നുണ്ട്. ഇപ്പം ഇവരുടെ മിനിമം അല്ലെങ്കിൽ ഒരു ഫുൾ ഇതെന്ന് പറയുന്നത് ഒരു 450 രൂപയ്ക്ക് ഇവർക്ക് നല്ല രീതിയിൽ വോളിയം കൂടുതലുണ്ടെങ്കിൽ, വോളിയം ഇപ്പോഴും ഞാൻ പറയണ വോളിയം കൂടുതലുള്ളവർക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇവർ വിൽക്കുന്നത് 900 വിൽക്കുന്നത്. അപ്പോൾ ഡബിൾ പ്രോഫിറ്റ് ആയില്ലേ? അപ്പം ഇവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് വെറുതെയാണ്.
മനസ്സിലാവുണ്ടോ എന്നുവെച്ചാൽ അവരത്രയും വാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാ. പക്ഷെ നമുക്ക് ഒരിക്കലും അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ കുറെ ഓൺലൈൻ ബിസിനസ് ചാനലുകൾസ് അവർ പറയും 50 to 80 days എടുക്കും ഞങ്ങളുടെ ഡെലിവറി ടൈം എന്നെല്ലാം പറയുന്നത് ഇപ്പൊ മാം പറഞ്ഞ അതന്നെ ഈ ഒരു പ്രോസസ്സ് വരുന്നോണ്ടിട്ട് തന്നെയാണ്. ഇത്രയും ക്വാണ്ടിറ്റി അവർക്ക് വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എടുക്കുന്നവർക്ക് തുടക്കക്കാർക്ക് ഇത് പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ കുറച്ച് ആയിരിക്കുന്നവർക്ക് ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനൊരു ടൈം എടുക്കും. പിന്നെ ഇനി ഇതൊരിക്കലും നമുക്ക് സിംഗിളായിട്ട് പലരും ഓൺലൈനിൽ കൂടി മേടിച്ചിരിക്കുന്ന സെയിം ഡിസൈൻ കൊണ്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞു നമുക്കൊരിക്കലും ചെയ്തു തരാൻ പറ്റില്ല. അത് കസ്റ്റമേഴ്സിനോട് എത്ര പറഞ്ഞാലും നമുക്ക് അവർക്കത് മനസ്സിലാവില്ല. നമ്മളുടെ അവിടെ ഒരു ഹാൻഡ് വർക്ക് ചെയ്യാനിരിക്കുന്ന ഒരാള് ചെയ്യുന്നത് ഒരു വർക്കിന് ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരിന് കൊടുക്കുന്ന ഒരു പേയ്മെന്റ് ഉണ്ട്. ആ പേയ്മെന്റ് പോലും നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. ഇവർ പറയുന്ന റേറ്റിനകത്ത് അതുപോലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ? അവരും ഇത് തന്നെയല്ലേ ചെയ്തു തരണേ. പിന്നെ അതിൻ്റെ ഒരു നൂല് ഒന്നിങ്ങനെ പൊട്ടിയാൽ മതി, മൊത്തത്തിൽ ഇങ്ങോട്ട് പോരും. അതൊന്നും അല്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ A to Z നമ്മൾ കസ്റ്റമൈസേഷൻ തന്നെയാണ് അവിടെ വരുന്നത്. അതിന് പ്രൈസ് ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർക്കുണ്ട് ബുട്ടീക്ക് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവര്. ഇപ്പൊ ഞാൻ അതാണ് ആദ്യമേ മാമിനോട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പൊ ഒരു ചെറിയൊരു സ്ഥലത്താണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 3-4 ബുട്ടീക്സ് ഉണ്ടാവും. തുടങ്ങുമ്പോൾ വലിയ ഗ്രാൻഡ് ആയിട്ട് തുടങ്ങും, ഒരു 8-9 മാസം കഴിയുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. അപ്പൊ മാമിന് എന്താണ് തോന്നുന്നത്, ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും കാരണം? ഒന്ന് കൂടുതലും ഇവര് മെയിൻലി നമുക്ക് അറിവില്ലായ്മ, നോർത്ത് ഇന്ത്യൻസിന്റെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഇപ്പോൾ വളരെയധികം ഏറിക്കൊണ്ടിരിക്കുക. എന്ത് കൊടുത്താലും അവർക്ക് മതിയാവില്ല എന്നുള്ള ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ ഒരു മേഖലയിലാണോ ഇത്രയും ഇതെന്നുള്ള കാര്യം എനിക്കറിയില്ല കൃത്യമായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ഷോപ്പ്, അതായത് ഏതൊരു ഷോപ്പിലും മലയാളികളും വർക്ക് ചെയ്യണ്ടാവും, നോർത്ത് ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തുകാർക്ക് നമുക്ക് സാലറി മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവരെക്കാളും കൂടുതലാണ് ഈ വരുന്നവന്മാർക്ക് കൊടുക്കുന്ന സാലറി. അവർക്ക് അക്കോമഡേഷൻ കൊടുക്കണം, പിന്നെ അവർക്ക് ഗ്യാസ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി കൊടുക്കണം, പിന്നെ കുറച്ച് ദൂരെയാണെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ് വേറെ കൊടുക്കണം. ഇതൊക്കെ പറഞ്ഞ് അത്രയും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത്. ഇതിനെതിരെ നമുക്ക് പരാതിപ്പെടാൻ ഒരു സ്ഥലവും ഇല്ല നമുക്ക്. കാരണം വെച്ചാൽ അതുണ്ടെങ്കിൽ ഇവർ വരുള്ളൂ. കാരണം നമുക്കത് എടുക്കാതിരിക്കാനും മാർഗമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ പഠിക്കുന്നവരാരും ഇല്ല, ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങി വരുന്നില്ല. അപ്പൊ ഇവർക്കറിയാം ഇവരില്ലെങ്കിൽ ഇന്ന് ഈ ഇൻഡസ്ട്രി നടക്കൂല എന്നുള്ള കാര്യം വളരെ നന്നായിട്ട് ഇവർക്കറിയാം. ഡിമാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡിമാൻഡിങ്. അത് വേറെ കേസ്. അതും ഈ പറയുന്ന ഈ ഫീൽഡിലും വല്ലാണ്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർ ഒച്ചെടുത്ത് ഇവർ പറഞ്ഞ എന്ത് നടക്കും, ആ ഒരു രീതിയിലേക്കുള്ളൊരു സപ്പോർട്ടാണ് വരുന്നത്. ഒരു സംഭവം ഉണ്ടായി കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. ഒരു ടൈലർ നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്കൊരു പണി തന്നു, കംപ്ലീറ്റ് ചെയ്യാതെ പോയി. കംപ്ലീറ്റ് ചെയ്ത് അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി, അതുകൊണ്ട് പേയ്മെന്റ് കംപ്ലീറ്റ്ലി കൊടുത്തില്ല. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. ഇവൻ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു, ഞങ്ങൾക്ക് ഇങ്ങനെ തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെന്റ് റൂള് പ്രകാരം പണിയെടുത്താൽ പൈസ കൊടുത്തോളാം എന്നുള്ളതാണ്. വേതനം പിടിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. കൊടുക്കേണ്ടി വന്നു. അവർ പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് വേറെ മാർഗമില്ല. അപ്പോൾ പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കാണാനായിട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി എതിരായിട്ടോ വെക്കാനായിട്ടോ അതുകൊണ്ടിട്ടാണ് സംഘടനകൾ ഇപ്പോൾ ഉണ്ടായി വരുന്നത്. ബുട്ടീക്ക് അസോസിയേഷൻസും ഇഷ്ടംപോലെ ഇതൊക്കെ സംഘടനകൾ ഉണ്ടായി വരുന്നുണ്ട്. അതിന് ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു നന്നായിട്ട് തന്നെ അത് വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കും ഒരു വോയിസ് വേണമല്ലോ. അവര് പറയുന്നത് മാത്രം കേൾക്കാനായി അവർക്ക് അസോസിയേഷൻ ഉണ്ട്, അവർക്കൂടെ അസോസിയേഷൻ ഉണ്ട്. അത് പുതിയ അറിവായിരുന്നു. അതെ, അവർക്ക് അസോസിയേഷൻ ഉണ്ട്. അവർക്ക് തൊഴിലാളികൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ട്. അവര് തീരുമാനിക്കുകയാണ് ഇതിൽ ഈ റേറ്റിൽ കൂടുതൽ, ഈ റേറ്റിൽ കുറച്ച് ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ല അവിടെ. അതോട് തീർന്നു. അതോടെ നമുക്കവിടെ കട്ട് ഓഫ് വീഴുക. ഓക്കെ, അത് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു കാര്യം. അങ്ങനെയുണ്ട്, അവർക്കും അസോസിയേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാ നമുക്ക് വേറൊരു മാർഗം ഇല്ല തന്നെ, ഇവരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഡിപ്പെൻഡ് ചെയ്യുന്നോണ്ട് തന്നെ എന്ത് പറ്റും, നമുക്ക് കോസ്റ്റ് ആ ഒരു രീതിയിലേക്ക് വരില്ല. 50,000 രൂപ മുതൽ 80,000 രൂപ മേടിക്കുന്ന ഒരു കട്ടറുടെ ഒരു ദിവസത്തെ ചാർജ് എത്രയാണ് വരുന്നത്? അതും അതുപോലെ ടൈലേഴ്സ് അത് ഇവർക്കുണ്ട്. ഇവർ കൂടിപ്പോയിച്ചാൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ കൂടുതൽ പീസ് ചെയ്യണം. അത് ഇവരൊക്കെ ധരിച്ചു വെച്ചിട്ട് വന്നേക്കണം ഇത്ര പീസിൽ കൂടുതൽ ചെയ്യൂല എന്നുള്ളത്.
അപ്പൊ ഇവരാണ് വില്ലന്മാരെന്നാണ് പറഞ്ഞത്. ഇത് പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നറിയില്ല. പക്ഷെ എന്തായാലും സത്യാവസ്ഥ പറയണമല്ലോ. സത്യാവസ്ഥ അതാണ്. സത്യാവസ്ഥ അതാണ് അവരടക്കി വെച്ചോണ്ടിരിക്കുന്നത്. ഈ മേഖല മുഴുവൻ, അതായത് ബൊട്ടിക് മേഖല കംപ്ലീറ്റ്ലി അവരിൽ ഡിപ്പെൻഡന്റ് ആണ്. ഇത് മാം പറഞ്ഞപ്പോ സ്വപ്നമന്ത്രയില് ഇപ്പൊ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്, സ്റ്റിച്ചിങ്ങിലാണെങ്കിലും ഡിസൈനിങ്ങിലും. അപ്പൊ വരുന്ന ആൾക്കാരോടൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ തന്നെ മെറ്റീരിയൽസ് എടുത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതാണോ അതോ നമ്മൾ പുറമേ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്? ബ്രൈഡൽ ഞാൻ തുടങ്ങിയത് തന്നെ അതാണ്. സെയിൽസും എന്റെ പാഷനും ഒക്കെ ഞാൻ പിന്നീടാണ് കയറിയേക്കുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന റെഡിമെയ്ഡ്സിലാണ്. അങ്ങനെ റെഡിമെയ്ഡ്സിൽ തുടങ്ങിയ ഒരു 6 മാസത്തിന് ശേഷമാണ് ഞാൻ അതിനകത്ത് നിന്ന് പറഞ്ഞാൽ അന്നും ചെയ്തിരുന്ന റെഡിമെയ്ഡ്സ് എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് പേയ്മെന്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അന്ന് അങ്ങനെയായിരുന്നു. 2006 കാര്യം ഞാൻ പറയുന്നത്. വിറ്റ് പോകും, പക്ഷെ ഒരു പേയ്മെന്റ് തരാൻ ഇങ്ങനെ ഇട്ട് വലിപ്പിക്കും. ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുമായിരുന്നു. അതന്നെ, അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്. പക്ഷെ അതിനകത്ത് മണി റിട്ടേൺ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അതോടുകൂടി നമുക്ക് അതിനുള്ളതില്ല. നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മൾ തുടക്കമല്ലേ. അപ്പൊ അതിനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴാണ് കസ്റ്റമൈസേഷനിലേക്ക് തിരിഞ്ഞത്. ഇത് നമ്മൾ ഇതെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഇപ്പം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കല്ല പുരുഷന്മാരുടെ ആണെങ്കിലും എല്ലാവർക്കും അറിയാനുള്ള ഒരു താല്പര്യമായിരിക്കും. നമ്മൾ ഈ കോട്ടൺ ഫാബ്രിക് ആണെങ്കിൽ ഫാബ്രിക്സ് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുക, അതായത് നമുക്ക് കുറച്ചൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഒരു പ്രോപ്പർ കെയർ ചെയ്യണം എന്നുള്ളത് വലിയൊരു ചോദ്യമായിരിക്കും. മാമിന് അതിനെ പറ്റി എന്താ പറയണം? ഞാൻ പറയുകയാണെങ്കിൽ കോട്ടൺ പറയുന്നത് എപ്പോഴും നമുക്ക് ഡ്രൈ വാഷിന് പോവാതിരിക്കുന്നതന്നെയാണ് നല്ലത്. ഡ്രൈ വാഷിന് പോവാതിരിക്കുന്നത്, ഹാൻഡ് വാഷാണ് കോട്ടൺ എപ്പോഴും നല്ലത്. ഇപ്പൊ ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ആയിട്ട് മേടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് വാഷ് എപ്പോഴും ഒരു സോൾട്ടിൽ, നമുക്ക് ഉപ്പുവെള്ളത്തിൽ കുറച്ച് നേരം അതിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ആദ്യത്തെ ഫസ്റ്റ് വാഷ്. അപ്പോൾ അത് ഫസ്റ്റ് തിങ്. പിന്നെ യൂസ് ചെയ്യുന്നത് മൈൽഡ് ഡിറ്റർജൻറ്റ്, വളരെ മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ്. അത് തുണിക്കും നല്ലതാണ്, ഒഴിച്ച് കളയുന്ന ഭൂമിക്കും നല്ലതാണ്. അതുകൊണ്ടിട്ട് മൈൽഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൽ മുക്കി നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് പിഴിയാതിരിക്കുക. ലോങ് ലാസ്റ്റിങ്ങിന് എപ്പോഴും നല്ലത്. അത് ഏത് തുണിയാണെങ്കിലും ശരി, പിഴിയാതെ എടുക്കുക. പിഴിയാതെ എടുത്ത് അതിൻ്റെ ഹാങ്കറിലും എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡിലിട്ട് മറിച്ചിട്ട് ഉണക്കി എടുക്കുന്നതിന് അത്രയും ലാസ്റ്റിങ് വേറെ ഒന്നുമില്ല. അത് അത്ര ഭംഗിയായിട്ട് അത് കിട്ടുകയും ചെയ്യും. എന്നുവെച്ചാൽ തുണീനെ ഉണങ്ങാൻ വിടുക. ഇത് നമ്മൾ വലിച്ച് മുറുക്കി പിഴിഞ്ഞ് ഒക്കെ എടുത്ത് വെച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ ടെക്സ്ചർ തന്നെ പോവുക. പല നൂലുകളും പൊട്ടുക ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ. അതാണ് ഈ കൂടുതൽ നമ്മൾ ഇടുമ്പോൾ വലിഞ്ഞു പോകുന്നതിൻ്റെ കാര്യങ്ങൾ പോകുന്നതിൻ്റെയും ഇടുമ്പോൾ പെട്ടെന്ന് കീറിപ്പോകുന്നതിൻ്റെ ഒക്കെ രീതി. നമ്മൾ ഏറ്റവും മാക്സിമം വെള്ളം അതിൻ്റെ അവിടെ നിന്ന് കളഞ്ഞെടുക്കും. അത് തുണീനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. അത് ചെയ്യരുത് ഒരിക്കലും. പുതുതായി വരാനുള്ള ആളുകളോട് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത് ഇതിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ? ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് റിസർച്ചിങ് വേണം. റിസർച്ച് ചെയ്യണം. ഇപ്പോൾ ഒന്നിൽ മാത്രമായിട്ട് ഒതുങ്ങരുത്. പാഷൻ വേണം. പാഷൻ ഇല്ലാണ്ട് ഒബ്വിയസ്ലി നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്ക് മടുപ്പ് വരും. മടുപ്പ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു പാഷൻ എന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ. ഞാനിപ്പോൾ 18 ഇയേഴ്സോളമായി. എനിക്ക് ഇന്നും ഞാൻ ആദ്യമായിട്ട് പോകുന്ന അതേ ഇതിലൂടെയാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇറങ്ങുന്നത്. എനിക്ക് പക്ഷെ ചെല്ലുമ്പോഴും എനിക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാനുണ്ടാവും, ഇല്ലെങ്കിൽ ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനകത്തുള്ളൊരു റിസർച്ച് ഞാൻ എപ്പോഴും നടത്തുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്ത് സംഭവം കൊണ്ടുവന്നാലും, ഏതൊരു പാറ്റേൺ കൊണ്ടുവന്നാലും ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ടിട്ട് അവിടെ അത് കഴിഞ്ഞു. പുതിയ പാറ്റേൺസ് ഉണ്ടാക്കാം. അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ ചെയ്തോണ്ട് ഇപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറി. ഞാനൊരു ഗുഡ് വിൽ ഉണ്ടാക്കി എടുത്തിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റാഫിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതുവരെ ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. 2018 എനിക്കൊരു സ്ട്രോക്ക് എനിക്ക് വന്നായിരുന്നു. അപ്പോൾ ഒരു 8 മാസത്തോളം ഞാൻ മാറി നിന്നിട്ടുണ്ട് അവിടെ നിന്ന്. പക്ഷെ അന്നും ഷോപ്പ് ഓടി. അന്ന് എനിക്ക് മനസ്സിലായി ഞാനില്ലെങ്കിലും ഇത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം. അവിടെ നിന്നാണ് ഞാൻ പിന്നെ കുറേശ്ശെ മാറാൻ തുടങ്ങി. അപ്പം അന്ന് മുതലാണ് ഞാൻ സ്റ്റാഫ് അത് കംപ്ലീറ്റ്ലി സെക്ഷൻ ബൊട്ടിക് സ്റ്റിച്ചിങ് കംപ്ലീറ്റ്ലി ഞാൻ സ്റ്റാഫിനെ ഏൽപ്പിച്ചു തുടങ്ങി. അവർ ചെയ്തു തുടങ്ങി. അപ്പം എനിക്കൊരു വിശ്വാസമായി തുടങ്ങി. ഞാൻ മേക്ക് ഷുവർ ചെയ്തിരുന്നു എനിക്ക് വേണ്ടുന്ന രീതിയിലാണോ ഇത് വരുന്നത് ഇല്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്തിരുന്നു. പക്ഷെ ഇൻവോൾവ്മെന്റ് ആ സൈഡിൽ ഞാൻ കുറച്ചിട്ട് പിന്നെ ഞാൻ പോയത് എൻ്റെ പാഷനിലേക്കാണ്. അവിടെ അന്ന് മുതലാണ് 2019 ഞാൻ ഞങ്ങളുടെ സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറുന്നത്. അവിടെ അന്നാണ് നമ്മൾ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ കൊണ്ടുവന്ന് വെക്കും. അതിനൊരു പ്രാധാന്യമായിട്ട് നമ്മൾ കൊടുത്തില്ല. റെഗുലറായിട്ട് ഒരിക്കലും നമ്മളെടുത്ത് ഞാൻ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇഷ്ടമുള്ളത് അത് തീരണം വരെ പോകാനുള്ളത് പോകും. അല്ലാണ്ട് റെഗുലറായിട്ട് നമ്മളത് ചെയ്യുക അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. 2019 പുതിയ ബിൽഡിങ്ങിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ചെയ്യണം എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെ എനിക്ക് തന്നെ
കോട്ടൺ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലായിടത്തും കോട്ടൺ ഒരു ചെറിയ 2 പോർഷൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത് ഞാൻ കോട്ടൺ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടിട്ടും എനിക്ക് എത്താൻ പറ്റാണ്ടായി, അതായത് കിട്ടാതെയായി എനിക്ക്. അപ്പോൾ എനിക്ക് കിട്ടാതെ വരുമ്പോൾ ഞാൻ പുറത്തേക്ക് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ സാധ്യതകളെ പറ്റി എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നാൽ അത് കിട്ടാതെ ഒരുപാട് എന്നെ പോലെ തന്നെ ആഗ്രഹിക്കുന്നവർ കുറേ പേരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഞാനിത് കൊണ്ടുവന്നതും. നമ്മൾ ഓരോ കോട്ടൺസ് ഉണ്ടല്ലോ മാം, അധികം ആ സ്റ്റേറ്റിൽ നിന്നൊക്കെ തന്നെ എടുക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ? അങ്ങനെ തന്നെ പോയി എടുക്കാം. ഇപ്പൊ മാമിന്റെ ഈ ഡ്രസ്സ് എന്ത് കോട്ടൺ ആണ്? എന്തായാലും കോട്ടൺ ആയിരിക്കുമല്ലോ ഇട്ടേക്കുന്നത്. ഇതിനെ ജാംദാനി എന്ന് പറയും. ജാംദാനി കൂടെ നല്ല രസമുണ്ട്. ഇതിന്റെ ഡിസൈൻ ഒക്കെ നിങ്ങൾ അവിടെ തന്നെ ചെയ്യുന്നതാണ്? അതെല്ലാം അത് തന്നെ ചെയ്യുന്നതാണ്. സ്റ്റിച്ചിങ്ങും എല്ലാം അവിടെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു എന്ന് പറഞ്ഞത് ഭയങ്കര ലൈറ്റ് വെയിറ്റാ, ഹാൻഡ്ലൂം ആണത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ കുട്ടികളൊക്കെ ഇടുന്ന കുട്ടിയുടുപ്പിന്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, വൈറ്റ് ഉടുപ്പ് ആ ഒരു ഫീലാണ് ഈ ഫാബ്രിക്കിന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിനും നല്ല റേറ്റ് ഉണ്ട്. ഇത് ഈ ഒരു ടെക്സ്ചറിൽ സാധനം ഇത് കിട്ടുന്നതും പുതപ്പ് പോലിരിക്കുന്ന കോട്ടണും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വപ്നമന്ത്രയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് തന്നെ പറയാം. അപ്പൊ ആളും, അതായത് എനിക്ക് ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജുപിള്ളയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മഞ്ജുപിള്ള എന്ന് പറയുമ്പോൾ ഈ ഒരു ഏജിൽ ഏറ്റവും കൂടുതൽ ആ ഒരു സ്റ്റൈൽ കോഷ്യന്റ് കൊണ്ടുപോയി നടക്കുന്ന ഒരു നടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട്. അപ്പോ മഞ്ജുപിള്ള നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് തന്നെ പറയാം അല്ലേ? അധികം സ്വപ്നമന്ത്രി തന്നെയാണ്. അതെങ്ങനെ നിങ്ങൾ തമ്മിലൊരു സൗഹൃദം? എന്നോടുള്ള സ്നേഹം കാരണം മഞ്ജു എനിക്ക് അങ്ങനെ ഒരു ഏത് ഇന്റർവ്യൂ ചെന്നിരുന്നാലും ആര് ചോദിച്ചാലും മഞ്ജു എന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നതാണ്. അതല്ലാതെ ഈ പറയുന്ന പോലെ മഞ്ജു ഈ പറയുന്ന വെച്ചാൽ എനിക്ക് തോന്നുന്നു 12 വർഷത്തോളമായി മഞ്ജു എൻ്റെ അടുത്ത് വന്നു തുടങ്ങിയിട്ട്. വരുമ്പോഴും ഇത് മഞ്ജു വന്നപ്പോൾ മഞ്ജു നല്ല വണ്ണമുള്ള സമയത്താണ് മഞ്ജുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അന്നത്തെ പക്ഷേ മഞ്ജുവിന് കോട്ടൺ തുണികളോടൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. ഡിസൈൻ സ്വന്തം കൂടുതലും മഞ്ജുവിന് കുറച്ച് ഇഷ്ടങ്ങളുണ്ട്. അതാണ് കൂടുതലും മഞ്ജു ചെയ്യാൻ. അപ്പം അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരാളോട് ഞങ്ങൾ തമ്മിലുള്ളൊരു എന്താ പറയുക, ഒരു വൈബ് കറക്റ്റായിട്ട് വന്നോടറ്റാണ് അത് മഞ്ജു എൻ്റെ അടുത്ത് തന്നെ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് പറയും. പിന്നെ മഞ്ജു പറയാൻ പറ്റാവുന്ന എല്ലാവരുടെ അടുത്തും മഞ്ജു പറഞ്ഞെടുക്കണം, പ്രൊമോട്ട് ചെയ്ത് വളരെ നന്നായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്ത് തരുന്നത്. ഒരു വനിതാ മാഗസിന്റെ ഉള്ളിൽ അവരുടെ 2 മോളുടെ അതിലൊക്കെ സ്വപ്നമന്ത്രയുടെ ഉണ്ടായിരുന്നു. എവിടെ മഞ്ജു ഒരു അവസരം പാഴാക്കാറില്ല എന്നെ പറ്റി പറയുന്നതിന്. അതിന് സന്തോഷമുണ്ട്. മഞ്ജുവിനോട് ഒരുപാട് നന്ദിയും ഉണ്ട് ആ കാര്യത്തിൽ. അത് പക്ഷെ ഇതൊന്നും മഞ്ജു എൻ്റെ ഇന്ന് എല്ലാവരും ചോദിക്കും മഞ്ജുവിന് ഞാൻ പൈസ കൊടുത്തിട്ട് മഞ്ജു ചെയ്യണം. മഞ്ജു ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ ചെയ്തു തന്നിരിക്കുന്നതാണ്. അതിന് ഞാൻ ഒത്തിരി താങ്ക്സ് മഞ്ജുവിനോട് പറയണം. എനിക്ക് എൻ്റെ പല ഘട്ടങ്ങളിലും മഞ്ജു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ജു എന്ന് മാത്രം പറയാൻ മഞ്ജു പിള്ളയുടെ പേര് പറയുമ്പോൾ എനിക്ക് വിട്ടു കളയാതിരിക്കേണ്ട ഒരു പേര് കുക്കു പരമേശ്വരൻ മാമിന്റെ പേരാണ്. മാമിനെ പറയാതെ എനിക്ക് ഒരു ഇതിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് സ്വപ്നമന്ത്രയുടെ ഡ്രസ്സസിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടോ, ഓൺലൈൻ ഇതുണ്ടോ, അതോ നമ്മൾ ഡയറക്റ്റ് വന്ന് ഞാൻ ഇട്ട് കണ്ട് അങ്ങനെയാണോ? എന്താണ് ഒരു രീതി? സ്വപ്നമന്ത്രയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണത്. സ്വപ്നമന്ത്രയ്ക്ക് വെബ്സൈറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും അത് എൻ്റെ മിസ്റ്റേക്കാണ്. കാര്യം വെച്ചാൽ ഞാൻ എന്ത് സാധനവും ഇങ്ങനെ ടച്ച് ആൻഡ് എടുത്തിട്ട് ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയില്ല. എനിക്കത് ഭയങ്കര ഏതൊരാളോടും ഞാൻ പറയും ഫീൽ ചെയ്തെടുക്കണം എന്ന് പറയും, തുണി ഫീൽ ചെയ്തെടുക്കണം എന്ന് പറയും. അപ്പൊ അത് എൻ്റെ ഒരു നിർബന്ധം കൊണ്ടിട്ട് തന്നെയാണ് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടില്ല. ഒക്കെ ഉണ്ടാക്കിയോടെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും കാര്യമായിട്ടുള്ള രീതിയിൽ അതിൽ അപ്ഡേഷൻ ചെയ്യുകയോ കൊടുക്കുകയോ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. ഓൺലൈനിൽ പോലും ഞാൻ ഇതാണ് ചെയ്ത് ഇടുന്നത്. ഫോട്ടോസൊക്കെ നമ്മൾ പോസ്റ്റ്, പക്ഷെ അതിൽ കൂടി നമ്മളൊരു സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല, ഇതുവരെ നടത്തിയിട്ടില്ല. വാക്കിൻസ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഓൺലൈനൊക്കെ ഇപ്പൊ വന്ന ആൾക്കാർ നമ്മൾ തുടക്കം മുതൽ തന്നെ അതിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു കസ്റ്റമർ ഉണ്ട്. നമുക്ക് അത്രയും എനിക്ക് അതിന്റെ ഒരു ആവശ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം നാടോടുമ്പോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ആ രീതിയിലേക്ക് നമ്മളും വന്നു തുടങ്ങുന്നുണ്ട്. അത് ആൾക്കാർക്ക് കാണണം. ഈ പുറത്തുള്ളവർക്കാണ് കൂടുതലും അത് വരുന്നത്. ഇത് കാണണം, നമ്മളുടെ ഫാബ്രിക് കാണണം, എന്താണൊക്കെ കാണണം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 1-2 മാസത്തിനുള്ളിൽ എല്ലാം കൃത്യമായിട്ട് ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് വരും. ഇപ്പൊ ആസ് ഇറ്റ് ഈസ്
ഡയറക്ട്ലി വരിക പർച്ചേസ് ചെയ്യുക. പിന്നെ വേണം എന്നുള്ളവർക്ക് വാട്സാപ്പ് വീഡിയോ കൂടി കാണിച്ചു കൊടുത്ത് ചെയ്യുന്നുണ്ട്. അത് സ്റ്റാഫ് സമയമുള്ളത് പോലെ ചെയ്യാനേ പറ്റുള്ളൂ. പേഴ്സണൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങൾക്ക് കണ്ട് വാങ്ങാവുന്നതാണ് അല്ലേ? അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ മാമിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തെല്ലാണ്? ടു എക്സ്പാൻഡ് ഉണ്ടോ? നമ്മള് സ്വപ്നമന്ത്ര എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ? അതോ എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഓക്കെ, ഞാൻ ബേസിക്കലി ഞാൻ പറയുന്ന പോലെ നമ്മുടെ ബ്രെഡ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റിച്ചിങ് തന്നെയായിരുന്നു. സ്റ്റിച്ചിങ്ങിലാണ് നമ്മൾ പണ്ട് പോലെ തന്നെ നിന്നിരിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചിരുന്നത് ഒരു കളക്ഷൻ പോയിന്റ്സ് പോലെ ചെയ്യണം എന്നുള്ളത്. ഒരുപാട് പേർക്ക് നമുക്ക് സ്റ്റിച്ചിങ് നമ്മൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ കളക്ഷൻ പോയിന്റ്സ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ടുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ രീതിയിൽ വന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് ഫ്രാഞ്ചൈസി ചോദിച്ചു വരുന്നുണ്ട്. പക്ഷെ അതിലും എന്റെ കണ്ണെത്താത്തടത്തേക്ക് ഞാനൊരു ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ പേര് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പൊ 1-2 പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലിൽ ചിലപ്പോൾ ഇനി അങ്ങനെ കടന്നേക്കാം. തീരുമാനങ്ങളിലേക്കൊന്നും ആയിട്ടില്ല. അത് വരുന്നുണ്ട്. കൂടുതലും സ്വപ്നമന്ത്രമായിട്ട് തന്നെ, അതായത് എനിക്ക് എന്റെ ലേബലില് നമ്മളുടെ ഫീല് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനെ ഞാൻ അനുവദിക്കുള്ളൂ എന്നുള്ള രീതിയിലുണ്ട്, പ്രോത്സാഹിപ്പിക്കുള്ളൂ. പുറത്തുനിന്നുള്ളവരും ചോദിക്കുന്നുണ്ട്, ഔട്ട്സൈഡ് ഇന്ത്യയും ചോദിക്കുന്നുണ്ട്. അവിടെ ചെയ്യാൻ ഒത്തിരി കസ്റ്റമേഴ്സ് ഉള്ള കാരണം അവർ ചോദിക്കുന്നുണ്ട് നമുക്ക് കൊടുക്കാവോ, അവർ ചെയ്യാം ഫ്രാഞ്ചൈസി അവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ പേര് അത് വെച്ചിട്ട് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണല്ലോ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും വിസിറ്റ് ചെയ്യണം സ്വപ്നമന്ത്ര. തൃപ്പൂണിത്തുറയിലും ഒബ്രോൺ മോളിന്റെ അടുത്തുള്ളതുകൊണ്ട്. പിന്നെ മാമിന് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ ആസ് വെൽ. താങ്ക് യു സോ മച്ച്.